ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു ഇന്റർവ്യൂ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയിൽ 7ാം റാങ്ക് നേടിയ ഹരിസാറാണ്. ഹരിസാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ഫാക്കൽറ്റിയാണ്. മാത്രവുമല്ല, ഏണസ് അക്കാഡമിയിൽ ഉൾപ്പെടെ ഇദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൂടി വിജയമാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു നേട്ടം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഈ നേട്ടം നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് അറിയേണ്ടത് അദ്ദേഹത്തിന്റെ വിജയം എങ്ങനെയാണ് അദ്ദേഹം നേടിയെടുത്തത് എന്നും, അദ്ദേഹം നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അദ്ദേഹത്തെ ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹരി സാർ, സ്വാഗതം. താങ്ക് യു സാർ. സാറിനെ പറ്റി ഒന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാൻ പറ്റുമോ? ഞാൻ ഹരി. എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. ഞാൻ 2021 മുതൽ ഏണസ്റ്റ് അക്കാഡമിയുടെ പാർട്ടാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർ ഇൻ പോളിടെക്നിക്, ദെൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ദെൻ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ കോപ്പ, ഇങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും എന്നെ അറിയുന്നുണ്ടായിരിക്കും. ത്രൂ വോയിസ് ആയിരിക്കും എന്ന് മാത്രം. പിക്ചറിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. അപ്പം എല്ലാവരെയും കാണാൻ പറ്റുന്നതിൽ സന്തോഷം. ഓക്കെ. അപ്പം താങ്കളുടെ അധ്യാപകനാണ് എന്ന് പറഞ്ഞു, അപ്പൊ ജോലി ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ടുള്ള എന്റെ ഒരു ചോദ്യം, അത് ഒരു പ്രാക്ടിക്കൽ ലെവലിൽ നിന്നുള്ള ചോദ്യമാണ്. അതായത്, ജോലി എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം PSC പ്രിപ്പറേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിരുന്നു? തീർച്ചയായിട്ടും ജോലി എന്നത് വെല്ലുവിളിയാണ്. ഒരു ഫുൾ ടൈം ആയിട്ട് ഒരാൾ ഇറങ്ങുന്ന കോൺസെപ്റ്റിലായിരിക്കത്തില്ല നമ്മൾ പാർട്ട് ടൈമിൽ പഠിക്കാൻ ഇറങ്ങുന്നത്. അപ്പൊ നമ്മള് എന്റെ ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ, ഞാനിപ്പം ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ എന്റെ റിസർച്ച് വർക്ക് PhD ചെയ്തു പോകുന്നുണ്ട്, അതിന്റെ കൂടെയാണ് ഈ PSCയുടെ പ്രിപ്പറേഷൻ വരുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു PSCയുടെ സിലബസ് വരുന്ന അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയം മുതലേ ഈ പറയുന്ന ഏണസ്റ്റ് അക്കാഡമിയുടെ പാർട്ടായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങും. അപ്പൊ എനിക്ക് ഈ പറയുന്ന സിലബസ് എന്താണെന്നും ഓരോ പാർട്ടിലും എന്താണ് ക്ലിയർ ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ത്രൂ അവർ സിലബസ് അയച്ചു തരുന്ന മൊമെന്റ് മുതലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ദെൻ പ്രിപ്പറേഷനും ഞാൻ ബേസിക് ലെവൽ എടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്റ്റുഡൻസിന് അത് കൺവിൻസിംഗ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ മാക്സിമം ഡെപ്ത് ലെവലിൽ പോയിട്ടാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി, ദെൻ ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് എന്താണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്നത്. അത് അവർക്ക് മിക്കപ്പോഴും ഉപയോഗപ്പെടുന്നത് ആയിട്ടാണ് തോന്നാറുള്ളത്. പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് തീർത്തും ചാലഞ്ചിങ് ആണ്. ഫുൾ ടൈം ഇറങ്ങി പഠിക്കാനൊരു ഓപ്ഷൻ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഫോർ ക്രാക്കിംഗ് PSC. ഓക്കെ, വളരെ കൃത്യമാണ് താങ്കളുടെ മറുപടി. അപ്പം ആ ഒരു സംശയത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു സംശയമാണ്, അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അത് മറ്റൊന്നുമല്ല, ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷനാണ്. ഈ അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾക്ക് ഈ ഒരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ PSCയുടെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിൽ എത്രത്തോളം അധ്യാപകൻ എന്ന താങ്കളുടെ പ്രൊഫഷൻ അങ്ങേ സഹായിച്ചിട്ടുണ്ട്? അധ്യാപനം എന്ന രീതിയിൽ എനിക്ക് PSC ക്രാക്ക് ചെയ്യാൻ ഒരുപാട് എന്റെ പ്രൊഫഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സിലബസ് കിട്ടുന്ന സമയത്ത് നമുക്കറിയാം ഇതിന്റെ ഏത് ഏരിയന്ന് ക്വസ്റ്റ്യൻസ് വരും. ദെൻ നമ്മൾ സിലബസ് പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നതും അത്രമാത്രം ഡെപ്ത് ലെവലിൽ പോവുകയാണ്. അതേ കണക്ക് തന്നെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നു, ദെൻ അത് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു, അവരുമായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്. ഏണസ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും, അതിനൊക്കെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക. ദെൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് കാണുന്ന കുട്ടികൾ, അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ തിരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് അയച്ചു തരാറുണ്ട്, ഡൗട്ട്സ് ഉള്ളതൊക്കെ. അപ്പൊ നമുക്ക് പിന്നെയും പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ ഒരുപാട് ഈ പറയുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ വ്യക്തമാണ്. അപ്പം ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ താങ്കൾ പഠനത്തിന് വേണ്ടി വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും സ്റ്റഡി സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തു? കാരണം സമയം കുറവാണ്, അധ്യാപകൻ എന്ന നിലയിലുള്ള റെസ്പോൺസിബിലിറ്റി, PhDയുടെ പരിപാടികൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ എത്രത്തോളം തിരക്കാണെന്ന് ഉള്ള കാര്യം സംശയമൊന്നുമില്ല, തർക്കമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും താങ്കൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ പഠനത്തിന് വേണ്ടി? പ്രത്യേകിച്ചൊരു സ്ട്രാറ്റജി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ചെയ്യാറുള്ള എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന സിലബസ് കിട്ടുമ്പോൾ തന്നെ എന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യം ഒരു ഡിസൈഡ് ചെയ്യും. ദെൻ ഇപ്പൊ ഏണസ്റ്റിൽ ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ മറ്റ് സ്റ്റാഫുകൾ എടുക്കുന്ന ക്ലാസ്സുകൾ ഞാൻ കാണാറുണ്ട്. ദെൻ അത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ആദ്യം വീഡിയോ കാണുന്ന സമയത്ത് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന
എന്താ പറയുക ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പാസ് മോഡിലായിരിക്കും കണ്ടു പോവുക. ദെൻ എക്സാമിന് ഒരു 1 month ഉള്ള സമയത്ത് ഈ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് ആ സമയത്തായിരിക്കും പോവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രത്യേകിച്ച് പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി സമയം കിട്ടുക എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 1 month എക്സാമിന് 1 മാസം മുന്നേ ഈ പറയുന്ന എന്ത് ചെയ്യുക, മാക്സിമം ഡെപ്തിലേക്ക് ഇറങ്ങി പഠിക്കാനായിട്ട് നോക്കുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രിപ്പയർ ചെയ്യുക. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നോക്കുക. ഓക്കെ സാർ, വളരെ കൃത്യമാണ് മറുപടി. അപ്പം ഒരു വേ ഓഫ് പാറ്റേൺ തന്നെയാണത്, പക്ഷെ അത് സ്ട്രാറ്റജി ആയിട്ട് താങ്കൾക്ക് തോന്നുന്നില്ല. അപ്പം അതായത് കൃത്യമായിട്ടൊരു പഠനത്തിന്റെ മെത്തേഡ്, ഓക്കെ, അത് താങ്കളുടെ ഒരു വേ ഓഫ് സക്സസിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് താങ്കൾ പറഞ്ഞു. അപ്പം ആ ഒരു നിലയിൽ നിന്നുകൊണ്ടാണുള്ള ഒരു മറ്റൊരു സംശയമാണ്, ഈ പഠനത്തിന്റെ രീതിയിൽ ഇപ്പൊ PSC പരീക്ഷയാണ്, PSC പരീക്ഷയില് ഒരു ആഴത്തിലുള്ള പഠനമാണോ, ഒരുമാതിരി പരന്ന രീതിയിലുള്ള ഒരു വൈഡ് നോളജ് ആണോ ഈ ക്രാക്കിങ്ങിലേക്ക് നമ്മളെ സഹായിച്ചത്? അതായത് ഡെപ്ത്, ഓരോ വിഷയത്തിലും ഇൻഡെപ്ത്, ഒരു മേഖലയിൽ ഇൻഡെപ്ത് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ വിഷയത്തിലും ഒരു ഓവറോൾ ഒരു ബേസ് ലെവൽ നോളജ്, ഇതിൽ ഏത് തരത്തിലുള്ള നോളജ് ആണ് കൂടുതൽ ഒരു ഉദ്യോഗാർത്ഥിയെ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയെ സഹായിക്കുന്നത്? ഒരു പരന്ന രീതിയിലുള്ള പഠനം മാത്രം മതി. കാര്യം സ്ഥിരം പാറ്റേൺസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അത് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ ശ്രമിക്കണം. ഈ പറയുന്ന എന്താ പറയുക, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മളതൊന്ന് എന്ത് ചെയ്യുക, ഈ പറയുന്ന ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നെഗറ്റീവ്സ് അടിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. മിക്കപ്പോഴും കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടും, പക്ഷെ നെഗറ്റീവും കൂടെ കയറുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന അവർ ഫെയിലിയറിലേക്ക് പോകുന്നത്. അത് ഓവർകം ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഉത്തരം വ്യക്തമാണ്, നമ്മുടെ കാണുന്നവർക്ക് അത് മനസ്സിലായി കാണുന്നു വരുന്നു. ഇനി അടുത്ത എന്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, താങ്കളൊരു അധ്യാപകനാണ് എന്ന നിലയിൽ നിന്നുകൊണ്ട് മാത്രം ചോദിക്കുന്നതാണ്. അപ്പം ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ഈ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് ഇപ്പം ഹാർഡ് വർക്ക് ആണോ നമുക്ക് ക്രാക്ക് ചെയ്യാൻ കൂടുതൽ സഹായിക്കുന്നത്, അതോ സ്മാർട്ട് വർക്ക് ആണോ നമ്മളെ സഹായിക്കുന്നത്? എങ്ങനെയാണ് താങ്കളുടെ ഒരു ഉപദേശം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഹാർഡ് വർക്കിലൂടെ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം, അതോ സ്മാർട്ട് വർക്കിലൂടെ ക്രാക്ക് ചെയ്യുന്നതായിരിക്കും എളുപ്പം? PSC ക്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പം സ്മാർട്ട് വർക്ക് തന്നെയാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കുക, ദെൻ പാറ്റേൺ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ഓരോ എക്സാമിനും ഓരോ പാറ്റേൺ ആണ്. ഇപ്പം നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ പാറ്റേൺ ആയിരിക്കത്തില്ല മറ്റൊരു എക്സാമിന് വരുന്നത്. അപ്പം അവർ എന്താണ് PSC ഉദ്ദേശിച്ചിരിക്കുന്നത്, സിലബസിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ ആൻസർ ചെയ്ത് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് സ്മാർട്ട് വർക്കിന്റെ ആവശ്യം മാത്രമാണ് വരുന്നത്. ഓക്കെ, വളരെ കൃത്യമായ മറുപടിയാണ്, കൃത്യമായ എല്ലാവർക്കും വേണ്ടുന്ന ഒരു നിർദ്ദേശമാണ്. അപ്പം ഈ ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പം ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാധാരണ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇതിലേക്ക് എത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ജോലി ചെയ്ത ഒരാള് PSCയിലേക്ക് വരികയാണ്, PSC തയ്യാറെടുക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കോച്ചിങ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? അതൊരു അനിവാര്യമായ ഒരു കാര്യമായിട്ട് സാറ് സജസ്റ്റ് ചെയ്യുന്നു? 100% കോച്ചിങ് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എങ്ങനെയാണ് ഓരോ സബ്ജക്ട്, ഇപ്പം ഒരാള് ഇപ്പൊ ഒരു ഉദ്യോഗത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്യാന്നുള്ള കാര്യം എളുപ്പമല്ല. അപ്പൊ എന്തുമാത്രം പഠിക്കാനുണ്ട്, അങ്ങനെയുള്ള ഡയറക്ഷൻസ്, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് എത്രമാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഡയറക്ഷൻസ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടില്ല. അപ്പൊ അതൊരു കോച്ചിങ് സെന്ററിലാണെങ്കിൽ അവരത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്തും അതിനൊക്കെ തന്നെ മെന്ററിംഗ് സപ്പോർട്ട് വെച്ചിട്ടും അവരത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും. അപ്പം അത് ഈ പറയുന്ന കോച്ചിങ് സെന്റർ വഴി മാത്രമാണ് നടക്കാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അപ്പൊ അതുകൊണ്ട് കോച്ചിങ് സെന്ററിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക. ദെൻ അവർ പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 എക്സാം കഴിയുമ്പോൾ നിങ്ങൾ ലിസ്റ്റിൽ വരാനായിട്ട് തുടങ്ങും. 5-6 എക്സാം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ലിസ്റ്റിൽ ആദ്യത്തെ 10 തന്നെ കാണും. ഓക്കെ സാർ, വളരെ വ്യക്തമാണ്, സാറിന്റെ കാഴ്ചപ്പാട് കറക്റ്റ് ആണ്. ഇനി ഉള്ളത് സാർ ഈ അധ്യാപനായതുകൊണ്ട് തന്നെ വന്നൊരു കോൺടസ്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങളുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നോക്കുകയാണ്. അപ്പം ഏണസ് അക്കാഡമി ഈ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. താങ്കള് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഏണസ് അക്കാഡമി കൊടുക്കുന്ന കോഴ്സുകളുടെ രീതി വെച്ചിട്ട്, അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന കോഴ്സിന്റെ രീതി വെച്ചിട്ട് സ്മാർട്ട് വർക്കിന്റെ രീതി, ഹാർഡ് വർക്കിന്റെ രീതി ഒക്കെ പറഞ്ഞു. നമ്മുടെ വേ എത്രത്തോളം യൂസ്ഫുൾ എന്നാണെന്ന് അങ്ങേക്ക് പറയാനുള്ളത്? അതായത് അങ്ങ് നമ്മുടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് അത് പഠിപ്പിക്കുകയാണ്. അപ്പം താങ്കൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊപ്പം തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു പഠന രീതി അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ടന്റ് പ്രൊവൈഡിങ് എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളതാണ്? സ്മാർട്ട് വർക്ക് എത്രത്തോളം കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ?
ഏണസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2024 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ ഫുൾ ഫ്രീഡം തരുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെയാണ് ഈ പറയുന്ന സിലബസിനനുസരിച്ച് കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിരുന്നതും അതേ കണക്ക് തന്നെ നമ്മളുടെ ഒരു എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഒരു ചലഞ്ചായിട്ടാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിക്കുന്നത് ഉറപ്പായിട്ടും എക്സാമിന് വരണം എന്നുള്ളത്. അപ്പൊ മിക്കപ്പോഴും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന പല സബ്ജക്റ്റിനകത്തും ഫോർ എക്സാമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 5 മാർക്ക് വാങ്ങുന്ന രീതിയിലാണ് നമ്മൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അപ്പൊ മിക്ക കുട്ടികൾക്കും അതുകൊണ്ട് തന്നെ എക്സാംസ് ക്രാക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. സോ കണ്ടന്റ് വൈസ് ഏണസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ആ ഒരു ബെറ്റർ രീതിയിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പുതിയൊരു വിദ്യാർത്ഥിക്ക് 100% ഉറപ്പായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അക്കാഡമിയാണ് ഏണസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ സാർ, വളരെ സന്തോഷം. സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് വളരെ വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല സാറിനെ പോലൊരു അധ്യാപകനെ ഇങ്ങനെ പേഴ്സണലി ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു എന്നുള്ളതിന് വലിയ സന്തോഷം. ഹരി സാറിന് ഇനിയും ധാരാളം പരീക്ഷകളിലും ജീവിതത്തിലുള്ള പരീക്ഷകളിലും ഉയർന്ന വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. വളരെ സന്തോഷം സാർ. നമുക്ക് ഇനിയും കാണാം. നമസ്കാരം.